Hey all, welcome back to my YouTube channel. ഇതാണ് നമ്മളൊരു പുതിയ എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. സോ ഇൻ ദിസ് എപ്പിസോഡ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓൾ ദ തിങ്സ് യു വാണ്ട് ടു നോ അബൌട്ട് ഇഷ. സോ ഇഷ കോയമ്പത്തൂർ, ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ പോകുന്ന ഒരാളാണ്. സോ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, സോ എൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ ഇഷ കോയമ്പത്തൂർ പോകണം എന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി കണ്ടു, സോ നിങ്ങൾക്കത് വിസിറ്റ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അവിടെ എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ, വാട്ട് ഇസ് ഇഷ ഫൗണ്ടേഷൻ, ആദിയോഗി സ്റ്റാച്യൂവിൻ്റെ പിറകിൽ ഇഷ എന്നൊരു ഫൗണ്ടേഷൻ ഉണ്ടോ? സോ ദർ ആർ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ്. സോ ഞാൻ യൂഷ്വലി ട്രാവൽ ചെയ്തിട്ട് ഫോട്ടോസ് ആൻഡ് സ്റ്റോറീസ് ഇടുമ്പോഴത്തേക്ക് ഐ ഗോട്ട് എ ലോട്ട് ഓഫ് DMs അബൌട്ട് എവിടെയാണ്, ഇത് എങ്ങനെയാണ്, ഹൗ മച്ച് ഇസ് ദിസ് എക്സ്പെൻസീവ്, അങ്ങനെ കുറേ DMs എനിക്ക് കിട്ടാറുണ്ട്. സോ ഐ തോട്ട് ഐ ഷുഡ് ഡു എ വ്ലോഗ് നെക്സ്റ്റ് അബൌട്ട് ദിസ് ഇഷ്യൂ, ദിസ് ടോപ്പിക്. സോ നമുക്ക് എന്തായാലും വൈകാതെ തന്നെ ലെറ്റ്സ് ഗെറ്റ് ടു ദിസ് വീഡിയോ. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിപ്പോൾ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ, ഞാൻ ട്രെയിനിലാണ് പോയിട്ടുള്ളത്. സോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ കോയമ്പത്തൂർ ജംഗ്ഷൻ എന്നൊരു സ്റ്റോപ്പുണ്ട്, അവിടത്തേക്ക് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അത് ഇറങ്ങിയതിന് ശേഷം ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പ് കാണും. വാക്കബിൾ ഡിസ്റ്റൻസ് തൊട്ട് ഓപ്പോസിറ്റ് കുറച്ച് നടന്നാൽ മതി, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് കാണും. അവിടെ 14D എന്നൊരു ബസ്സുണ്ട്. അതിൽ കയറുവാണെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബസ്സാണ്. ആ ബസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ഇഷ ഫൗണ്ടേഷന്റെ അകത്ത് പോയി ഇറങ്ങാം. അല്ലാതെ ബാക്കി ഏത് ബസ്സിൽ നമുക്ക് കയറിയാലും അതിന്റെ ഒരു ഫ്രണ്ട് പോയിന്റ് ഉണ്ട്, അതായത് ആദിയോഗി സ്റ്റാച്യൂവിന്റെ ഒരു ഫ്രണ്ട് പോയിന്റ് ഉണ്ട്, അവിടെ ഇറങ്ങാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ഇപ്പൊ ഇഷ ഫൗണ്ടേഷൻ ആദിയോഗി എന്താണെന്ന്. ഓക്കെ, ആദിയോഗി സ്റ്റാച്യൂ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിക്ചർ വിടാം. ഈ സ്റ്റാച്യൂവിന്റെ പിറകിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിച്ച് ഇസ് എ ഇഷ ഫൗണ്ടേഷൻ. ഇത് 1992 ഈ ഒരു ഫൗണ്ടേഷൻ ഒറിജിനേറ്റ് ആയത്. സദ്ഗുരു ജഗി വാസുദേവ് എന്ന് പറയുന്ന ആളാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. ഇതിന്റെ മെയിൻ ഒറിജിൻ ഇസ് ഇൻ കോയമ്പത്തൂർ. കോയമ്പത്തൂരിൽ വെള്ളയങ്കിരി മല എന്ന് പറയുന്ന ഒരു മലയുണ്ട്, വെള്ളയങ്കിരി ഹിൽസ്. ഇതിന്റെ അടിവാരത്തിലാണ് ഈ ഒരു ഇഷ ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ബസ് പിടിച്ച് ട്രെയിനിൽ കോയമ്പത്തൂർ ജംഗ്ഷനിൽ ഇറങ്ങി 14D ബസ് എടുത്താൽ 39 രൂപയ്ക്ക് നിങ്ങൾക്ക് അകത്ത്, അതായത് ചെക്ക് ഇൻ പോയിന്റ് നിങ്ങൾക്ക് ആ ബസ് കൊണ്ട് വിടുന്നതായിരിക്കും. എല്ലാ 15 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിലും ഈ ബസ് കാണും കേട്ടോ. അപ്പോൾ 1 hour ജേർണിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ കയറുന്നത് അകത്താണല്ലോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒത്തിരി ഒരു വൈഡ് ഏരിയ, ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ആണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. സോ ഒരു ഏക്കേഴ്സ് ഓഫ് ലാൻഡ്, വൈഡ് ഏരിയ അല്ലേ. അപ്പോൾ ഈ ഒരു ആദിയോഗി സ്റ്റാച്യൂ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ നിന്നും നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ ഇതിന്റെ ബാക്കിലാണ് ഇഷ ഫൗണ്ടേഷൻ. അതല്ല, നിങ്ങൾ 14D ബസ് എടുത്ത് ഉള്ളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ചെക്ക് ഇൻ പോയിന്റിലായിരിക്കും എത്തുന്നത്. ഈ ചെക്ക് ഇൻ പോയിന്റ് എന്ന് പറയുന്നത്, സോ നിങ്ങൾക്ക് 2 രീതിയിൽ ഇഷയിൽ നിൽക്കാം. വൺ ഇസ് നിങ്ങൾക്ക് ചുമ്മാ വിസിറ്റിങ്ങിന് വരാം. സോ വിസിറ്റിങ്ങിന് വരുന്നവർക്കാണെങ്കിൽ ഈ ചെക്ക് ഇൻ ആക്ച്വലി വലിയൊരു സീനല്ല, ബിക്കോസ് നിങ്ങൾക്ക് ലഗേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് വെക്കേണ്ടി വരും. പിന്നെ ചുമ്മാ വിസിറ്റിന് വരുന്നവർക്കാണെങ്കിൽ ഫോൺ അലൗഡ് അല്ല. ആ ഒരു ഡിഫറൻസ് ആണുള്ളത്. നിങ്ങൾ സ്റ്റേ ചെയ്യാനാണ് വരുന്നതെങ്കിൽ ഈ ചെക്ക് ഇൻ പോയിന്റിൽ നിങ്ങൾക്ക് ലഗേജ് സ്കാനിങ്, അതുപോലെ നിങ്ങൾ ബുക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും എങ്ങനെ ബുക്ക് ചെയ്യും? ബുക്കിംഗ് ഇവരുടെ വെബ്സൈറ്റിൽ, ഇഷ വെബ്സൈറ്റിൽ കയറി അതിനകത്ത് അക്കോമഡേഷൻ എന്നൊരു സ്പേസ് ഉണ്ട്, അതിൽ കയറാം. അല്ലെങ്കിൽ ഇഷ കോട്ടേജസ് എന്ന് സെർച്ച് ചെയ്താൽ ഇഷ കോട്ടേജസ് എന്നൊരു വെബ്സൈറ്റ് വരും, അതിൽ കയറാം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും, എന്തിനാണ് സ്റ്റേ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, വെറുതെ വിസിറ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ലഗേജ് പുറത്ത് വെക്കണം, ഫോൺ അലൗഡ് അല്ല. അപ്പൊ നിങ്ങൾക്ക് ഫോൺ ഒരിക്കലും അകത്ത് കയറ്റാൻ പറ്റില്ല. ഇതൊരു പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, നിങ്ങൾക്ക് അതിനകത്ത് കുറേ ലിമിറ്റേഷൻസ് കാണും. അതായത് സ്റ്റേ ചെയ്യാൻ വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു ടാഗ് കയ്യിൽ കെട്ടിത്തരും. ഈ ടാഗ് ഇല്ലെങ്കിൽ, അതായത് വിസിറ്റിന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അകത്തോട്ട് നിങ്ങൾക്ക് പ്രവേശനമില്ല. ഈ ടാഗ് ഉള്ളവർക്ക് മാത്രമേ ആ ഏരിയക്ക് ശേഷവും മൊത്തത്തിലൊരു നിങ്ങൾക്കൊരു റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഒരു എൻട്രി നിങ്ങൾക്ക് ഈ ടാഗ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോ ശരി, ഇനിയിപ്പം വിസിറ്റിന് വരുവാണ്, എനിക്ക് സ്റ്റേ ചെയ്യണ്ട, അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊരു പ്ലാനിങ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ വിസിറ്റിങ്ങിന് വരുവാണല്ലോ, ചെക്ക് ഇൻ പോയിന്റിൽ നിങ്ങൾ ലഗേജസ് ഒക്കെ കൊടുത്ത് നിങ്ങൾ അകത്ത് കയറുവാണ്.
അകത്ത് നിങ്ങൾ നടന്നു കയറുമ്പോഴത്തേക്കും ആദ്യം കുറേ കടകൾ കാണാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റ്സും ഇഷ ലൈഫ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇഷയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പൊ യോഗ റിലേറ്റഡ് കാര്യങ്ങളായിക്കോട്ടെ, ഇഷയിലുള്ള സ്പിരിച്വൽ റിലേറ്റഡ് കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇതായിരിക്കും നിങ്ങൾ ഫസ്റ്റ് കാണുന്നത്. അപ്പൊ നിങ്ങൾ എഴുതും യോഗയും സ്പിരിച്വൽ കാര്യങ്ങളും ഒക്കെ എന്താ അവിടെ ഉള്ളത് അല്ലേ. ഇഷയില് യോഗ പ്രാക്ടീസ് ഉള്ളതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇഷ എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് സ്പിരിച്വൽ വോളണ്ടിയർ ഓർഗനൈസേഷൻ ആണ്. യോഗ അവിടെ ചെയ്യുന്നുണ്ട്, അവരുടെ യോഗ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ അവരുടെ ഒരു സ്പിരിച്വൽ ജേർണി നമുക്ക് ഒരു അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു ആളാവാൻ പറ്റും. അത് മാത്രമല്ലാതെ പുള്ളി കുറെ പ്രോജക്ട്സ്, ഗ്രീൻ ഹാൻഡ്സ് ഫോർ എക്കോളജി എന്ന് പറഞ്ഞിട്ട് സേവ് സോയിൽ, അതായത് നമ്മൾ മണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കുറെ ക്യാമ്പയിൻ ആയിട്ട് അവിടുത്തെ ഒരു മെയിൻ ഒരു പരിപാടിയാണ് സേവ് സോയിൽ. സദ്ഗുരു എന്ന് ഞാൻ പറഞ്ഞല്ലോ, പുള്ളി ഓൾ ഓവർ ദ വേൾഡ്, ആക്ച്വലി ഇഷയ്ക്ക് 300 സെന്റേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് ഉണ്ട്. മെയിൻ ആണ് കോയമ്പത്തൂർ അല്ലാതെ ബാംഗ്ലൂരു, ഹൈദരാബാദ്, ലോകത്തെമ്പാടും UK, യൂറോപ്യൻ കൺട്രീസ് ഒത്തിരി സ്ഥലങ്ങളിലായിട്ടുണ്ട്. 300 സെന്റേഴ്സ് ആണ് ഇഷയിലുള്ളത്. സോ അപ്പം ഞാൻ പറഞ്ഞല്ലോ, യോഗ, സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അവരുടെ എക്കോളജി പ്രോഗ്രാം, അതുപോലെ റൂറൽ, ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഓഫ്കോഴ്സ് ഇതൊരു മലയുടെ അടിവാരമാണ്, ഇറ്റ്സ് എ റൂറൽ ഏരിയ അല്ലേ. അപ്പൊ അവരുടെ ഒരു ഹെൽത്ത് കെയറിന്റെ ഒരു റീജനുവേഷൻ, അവർക്ക് ഒരു സപ്പോർട്ടൊക്കെ ആയിട്ടാണ് ഇഷ ഫൗണ്ടേഷൻ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണില്ലേ? ഇനി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോ ഇവിടെ നിങ്ങൾ യോഗ എന്നല്ല, ഇനിയിപ്പോ യോഗയ്ക്കൊന്നും ടൈമില്ല, നിങ്ങൾ വിസിറ്റിലാണ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, തീർത്ഥകുണ്ടുകൾ, 2 തീർത്ഥകുണ്ടുകളുണ്ട്. സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട്. സൂര്യകുണ്ട് പുരുഷന്മാർക്ക് കുളിക്കാനുള്ളതും ചന്ദ്രകുണ്ട് സ്ത്രീകൾക്ക് കുളിക്കാനുള്ളതും. കുളിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പിക്ചർ ഇവിടെ ഇടാം. ഇറ്റ്സ് ലൈക്ക് എ പോണ്ട് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെർക്കുറിയാണ് താഴെ ഫ്ലോറിങ്, നല്ല രസമാണ് കാണാനായിട്ട്. നടുക്കൊരു ശിവലിംഗം. നമ്മൾ ഉള്ളിലുള്ള ഡ്രസ്സ് എല്ലാം ഊരി, ഇന്നർ പോലും ഇല്ലാതെ എല്ലാം ഊരി അവർ തരുന്ന ഒരു ബ്രൗൺ കളർ ഡ്രസ്സ് ഉണ്ട്. ഐ ഷോ ദ പിക്ചർ ഹിയർ. ഈ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ആ ഡ്രസ്സിനോ ഇട്ട് അങ്ങനെ തന്നെ ഷവർ ചെയ്ത് നനഞ്ഞോണ്ടാണ്, നനഞ്ഞ തുണിയോടെ, നനഞ്ഞ ശരീരത്തോടെ, നനഞ്ഞ മുടിയോടെ നമ്മൾ മുടിക്ക് ക്യാപ്പ് വെക്കണം. അവരൊരു ക്യാപ്പും കൂടെ തരും. അങ്ങനെയാണ് നമ്മൾ തീർത്ഥകുണ്ടിൽ ഇറങ്ങുന്നത്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ തീർത്ഥകുണ്ടിൽ ഇറങ്ങുന്നത്. പുരുഷന്മാർക്ക് ക്യാപ്പില്ല, ബിക്കോസ് അവർക്ക് എപ്പോഴും ഷോർട്ട് ഹെയർ ആയിരിക്കുമല്ലോ. സ്ത്രീകൾക്ക് ആ മുടിയൊന്നും അതിൽ ആവരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ക്യാപ്പ് വെച്ച് ഇറങ്ങുന്നത്. സോ നമുക്കിതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുകൊണ്ടൊരു ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നമ്മളെ പ്യൂരിഫൈ ചെയ്യുകയാണ്. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി, നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്, പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം അവിടെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ആ തീർത്ഥമുള്ളത്. ഇപ്പൊ നമ്മൾ ഗംഗാ നദി എത്ര പ്യൂരിറ്റി ആയിട്ട്, അതിപ്പോ പൊല്യൂട്ടഡ് ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് നമ്മളത് പ്യോർ വാട്ടർ അല്ലേ, നമ്മളതിനെ കുളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ കഴുകിക്കളയാന്നൊരു ഇതുണ്ട് അല്ലേ. അതുപോലെയാണ് തീർത്ഥകുണ്ട്. നമ്മളെല്ലാം പ്രശ്നങ്ങളും നെഗറ്റിവിറ്റിയും എല്ലാം നമ്മുടെ വാഷ് ഔട്ട് ചെയ്ത് ക്ലീൻ ആൻഡ് ക്ലിയർ മൈൻഡായിട്ട് നമ്മൾ വരുന്നതിനാണ് ഈ തീർത്ഥകുണ്ടുകൾ ഉള്ളത്. ഇവിടെ നിന്ന് കുളിച്ചാൽ നേരെ പോയി നമ്മൾ ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സ് എടുത്തിട്ട് മാറ്റിയതിന് ശേഷം അടുത്ത് നമ്മൾ കയറുന്നതാണ് ലിംഗഭൈരവി പിക്ചറുടെ ഇടം. ഇത് ദേവിയാണ്, പൂജിക്കുന്നത് സ്ത്രീകളാണ്. അതൊരു ഭയങ്കര തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ചെയ്യാൻ. ഭയങ്കര ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആണ്. ദേവിയാണ് അതൊക്കെ ഓക്കെ, പക്ഷെ ഒരു സ്ത്രീ പൂജിക്കുന്നു, പിന്നെ അവിടെ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ നമുക്ക് ഭയങ്കര ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം തന്നെ ആയിരിക്കും. അപ്പൊ ലിംഗഭൈരവി ദേവിയെ തൊഴുന്നതിന് ശേഷം അടുത്ത പോകുന്നതാണ് ധ്യാനലിംഗ പിക്ചർ ഇവിടെ ഇടാം. ഈ ധ്യാനലിംഗം എന്ന് പറയുന്നത് വലിയൊരു ഡോം, ഒരു റൂമാണ്, ഭയങ്കര സ്പേഷ്യസ് ആണ്, ഒരു ഡോം പോലെ ഇരിക്കും. അവിടെ നടുക്കൊരു ഹ്യൂജ് ശിവലിംഗ, നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് ഹ്യൂജ് വൺ. ഇവിടെ എന്താ, നമ്മൾ പ്യൂരിഫൈ ചെയ്തല്ലോ ചന്ദ്രകുണ്ട്, സൂര്യകുണ്ടിൽ നമ്മൾ ആ തീർത്ഥകുണ്ടി ഇപ്പൊ പ്യൂരിഫൈ ചെയ്ത് മൈൻഡ് ക്ലിയർ ആക്കി അപ്പുറത്ത് ലിംഗഭൈരവിയിൽ കയറി നമ്മൾ പ്രാർത്ഥിച്ചു, കുറെ പോസിറ്റീവ് എനർജി വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ധ്യാനലിംഗയിൽ പോയി മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നത്. നമ്മുടെ മെന്റൽ ഒരു എനർജി എന്തായിരിക്കുന്നത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. ബട്ട് ഈച്ച് ആൻഡ് എവ്രി വൺ, ജാതി മത ഭേദമന്യേ എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. നിങ്ങൾ ഒരു ജാതിയിലോ മതത്തിലോ ഒരു ദൈവത്തിലോ നിങ്ങൾ വിശ്വസിക്കേണ്ട. ജസ്റ്റ് ട്രസ്റ്റ് ദിസ് എനർജി വിച്ച് യു വിൽ ഗെറ്റ് ഇൻ ദാറ്റ് സ്പേസ്. ആ സ്പേസിൽ കിട്ടുന്ന ഒരു എനർജി, അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. സത്യമായിട്ട് ഞാൻ പറയാം, ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ആ എക്സ്പീരിയൻസ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം.
ഇവിടുത്തെ ഒരു മെഡിറ്റേഷൻ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാവുന്ന ഒരാളല്ല, നമ്മൾ യോഗ അറിയില്ല, നമുക്കൊരു സ്പിരിച്വൽ ബിലീഫ് ഇല്ല, നോ പ്രോബ്ലം, ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. അവിടെ നിങ്ങളെപ്പോലെ ഒരു 100 ഒരു 10-100 ആൾക്കാർ അതുപോലെ ഇരിക്കുന്നുണ്ടായിരിക്കും. അവിടെ ആരും ഒന്നും പറഞ്ഞു തരില്ല, നിങ്ങൾക്ക് ജസ്റ്റ് സിറ്റ് സിംപ്ലി ആ ഒരു നിശബ്ദതയിലും ആ ഒരു അറ്റ്മോസ്ഫിയറിലും നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി. ആ കിട്ടുന്നൊരു വൈബ്രേഷൻ ഇസ് സോ ഗുഡ്. സോ അവിടെ കുറച്ച് നേരം ഇരുന്ന് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പുറത്തിറങ്ങാം. ഇത്രയുമേ നിങ്ങൾക്ക് വിസിറ്റിങ്ങിന് വന്നാൽ ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഇസ് ഇറ്റ്. വിസിറ്റിംഗ് ഒന്ന് നിങ്ങൾ ഇത്രയും ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു പോവാം. അവിടെ കഴിക്കുന്നതിന് ഫുഡ് കോർട്ട്സ് ഉണ്ട്, വാങ്ങാൻ സാധനങ്ങൾക്കാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാനുള്ള ഇഷയുടെ സ്റ്റോഴ്സും ഉണ്ട്. പിന്നെ ആദിയോഗി സ്റ്റാച്ചു വൈകിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 മിനിറ്റിലുള്ള ലേസർ ഷോ ഉണ്ട്. അത് കാണുന്നവർക്ക് വൈകിട്ട് വരാം. 7 മണിക്ക് വന്ന് സീറ്റ് കിട്ടും. നിങ്ങൾക്ക് അടുത്ത് തന്നെ നേരെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊക്കെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. 20 മിനിറ്റാണ് ലേസർ ഷോ. എല്ലാ ദിവസവും ഈ രാത്രി 7 മണിക്ക് നിങ്ങൾക്ക് പോയാൽ 7:20 തൊട്ട് 7:50 വരെ ഈ ഒരു ടൈമിംഗ് ഉണ്ട്. സോ വിസിറ്റേഴ്സിനാണെങ്കിൽ ഈ ഒരു സ്കെഡ്യൂൾ. ഇനി നിങ്ങൾക്ക് ഇല്ല കുറച്ച് ദിവസം നിൽക്കണം, എനിക്ക് ഇഷ എന്താണെന്ന് അടുത്തറിയണം എന്നുണ്ടെങ്കിൽ സ്റ്റേ. സോ സ്റ്റേ എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ സ്റ്റേ ചെയ്ത് അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണെങ്കിൽ റൂം മാത്രം എടുത്താൽ മതി. നിങ്ങൾക്ക് ഫുഡും ഫ്രീ യോഗ ക്ലാസ് അവിടെ ഉണ്ട് കേട്ടോ. സോ അത് ആക്ച്വലി ഒരു ഡേയിൽ എപ്പോഴും ഒരു ഫ്രീ യോഗ ക്ലാസ് കാണും. എന്നൊക്കെയാണെന്ന് വേണമെങ്കിൽ നിങ്ങളൊന്ന് എൻക്വയർ ചെയ്തോളൂ. പക്ഷെ ഞാൻ പോയിട്ടുള്ളപ്പോഴൊക്കെ ആ ഫ്രീ യോഗ ക്ലാസ് അവിടെ ഉണ്ടായിരുന്നു. മേ ബി ഇറ്റ് വിൽ ബി ദെയർ. സോ നിങ്ങൾക്ക് അങ്ങനെയാണ്. അല്ലാതെ ഒരു കോഴ്സ് എടുത്ത് പോകണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൂമിന്റെ ക്യാഷ് മാത്രം അടച്ച് നിങ്ങൾക്ക് സ്റ്റേ എടുത്ത് പോവാം. അപ്പം നിങ്ങൾക്ക് ആ ടാഗ് കിട്ടും കയ്യിൽ. ആ ടാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ യോഗ ഒരു കോഴ്സ് എടുക്കുന്നില്ല, വെറുതെ പോവാണല്ലോ, അപ്പൊ റൂം എടുക്കണം. റൂം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വൈഡ് ഏരിയ ആണ്. അപ്പം ഇത് ആക്ച്വലി ഇപ്പം ജസ്റ്റ് ഇമാജിൻ ഈ ഒരു വൈഡ് ഏരിയയിൽ നമ്മൾ ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ, അതായത് ആദിയോഗി സ്റ്റാച്ചു, ചെക്ക് ഇൻ പോയിന്റ്, ഈ തീർത്ഥകുണ്ട്, ലിംഗ ഭൈരവി, ധ്യാനലിംഗ, ഇതിന്റെയൊക്കെ അടുത്തായിട്ടാണ് സ്റ്റേക്കുള്ള, അതായത് ഇത് കഴിഞ്ഞ് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമേ കയറാൻ പറ്റൂ. അവിടെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള ഒരു പോയിന്റ് ഉണ്ട്. വീണ്ടും ഈ ചെക്കിൻ എന്തിനാണ്? നമുക്ക് നമ്മളിപ്പോ വണ്ടിയിലാണ്, നമ്മൾ പേഴ്സണൽ വെഹിക്കിളിലാണ് വരുന്നെങ്കിൽ നമുക്ക് ഈ ചെക്കിനിൽ വന്ന് ഇറങ്ങാം. ബസ്സിലാണ് വരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചെക്കിൻ, അതായത് ആ ഒരു നാഗിൻ ഡോർ വരുന്നത് നമ്മുടെ ഞാനിപ്പോ പിക്ചർ ഇവിടെ ഇടാം. സർപ്പവാസൽ, ആ ഒരു നാഗിൻ അല്ലെങ്കിൽ ആ ഒരു സർപ്പത്തിന്റെ ഗേറ്റ് വരുന്നുണ്ടോ, ഇത് വന്നിട്ട് നമ്മൾ ബസ് വന്ന് ഇറങ്ങുമ്പം ഈ ചെക്കിൻ എടുക്കാം. സ്വന്തം വണ്ടിയിലാണ് നമ്മൾ വരുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ ടാക്സി സംതിങ്, ഇപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലാതെ വേറെ എന്തിന് വരുന്നെങ്കിലും നമുക്ക് ഈ ചെക്കിനിൽ വരാം. അതായത് ഈ ചന്ദ്രകുണ്ടും ധ്യാനലിംഗ, ലിംഗഭൈരവി കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്തുള്ള സ്പേസിലുള്ള ചെക്കിനിൽ വരാം. ഈ ചെക്കിനിൽ വരുമ്പോൾ നമ്മൾ ടാഗ് കിട്ടും. പിന്നെ സപ്പോസ് നമ്മളിപ്പോ ബസ്സിലാണ് വരുന്നത്, എന്നാലും ടാഗിന് ഈ ചെക്കിനിലാണ് എത്തേണ്ടത്. സോ ഇതൊക്കെ നടന്ന് നമ്മൾ ഒരുമിച്ച് വരുന്നത് അങ്ങോട്ടാണ്. സോ പേടിക്കേണ്ട, നിങ്ങളെല്ലാം എത്തുന്നത് ഒരിടത്തായിരിക്കും. എല്ലാം ഇങ്ങനെ അടുക്കി വരുന്നുണ്ട്, പക്ഷെ എല്ലാം ഒരു കുറച്ച് വൈഡ് ഏരിയ ആണെന്നുള്ളതേ ഉള്ളൂ. എല്ലാം നമ്മൾ നേരെ നടക്കുമ്പോൾ ഇതൊക്കെ കാണാം. ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ ബാഗും സ്കാൻ ചെയ്ത് ടാഗ് കിട്ടുന്നു. ടാഗ് കിട്ടിയാൽ പിന്നെ റൂമുകളുടെ കാര്യം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ഇത്രയും സാധനം കൊണ്ടല്ലോ, ഈ ഏരിയയുടെ അടുത്താണ് റൂം വേണ്ടെങ്കിൽ 6K വരെ റേറ്റ് ഉണ്ട്. അപ്പോ റേറ്റ് കൂടുതലാണ്. ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ ഇത്രയും സാധനങ്ങളുടെ അടുത്താണ് റൂമെങ്കിൽ റൂമിനും റേറ്റ് കൂടും. റൂമിന്റെ ദൂരം കൂടുന്തോറും അതിന്റെ റേറ്റ് കുറയും. സോ സ്റ്റാർട്ടിങ് 900 ആണ്. 900 തൊട്ട് റൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6000 വരെ അതിന്റെ റേറ്റ് പോകും. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് റൂം അടുത്തുനിന്നാണ്. എത്ര രൂപ കൂടുന്നോ അത്രയും റൂം അതിനോട് അടുത്തടുത്തായിരിക്കും എന്നാണ് അർത്ഥം. പക്ഷെ എന്റെ ഒരു ഇതിൽ ഞാൻ പറയുവാണ്, എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. പിന്നെ 6000ന്റെ റൂം ആണോ 900ന്റെ റൂം ആണോ നിങ്ങളുടെ കയ്യിലാണ്. ഈ 900ന്റെ റൂമിൽ AC ഇല്ല, 2 ഫാനാണ്, 2 ബെഡാണ്, 2 പേർക്ക് വരെ അക്കോമഡേറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും, നിങ്ങൾക്ക് അറിയാലോ, എന്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, ഞാനൊരു സോളോ ട്രാവലർ ആണ്. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. സോ എനിക്ക് ആ റൂം എടുത്താൽ ഞാനായിരിക്കും 2 പേരുടെ റൂമും എനിക്കാണ്. 2 പേരുടെ റൂം എന്ന് പറയുന്നത് 2 ബെഡ് ഉണ്ടായിരിക്കും. സോ ഞാനത് ചേർത്തിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് കിടക്കും. പക്ഷെ അല്ല, 2 പേർക്ക് ഉണ്ടെങ്കിൽ 2 പേർക്ക് എടുക്കാം. മാക്സിമം 2 പേര് വരെ അക്കോമഡേറ്റ് ചെയ്യും 900ന്റെ റൂമിൽ. അതാണ് സ്റ്റാർട്ടിങ്. പിന്നെ എപ്പോഴും ഇതിനകത്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഫ്രീ ആയിട്ട് സൈക്കിൾ കിട്ടും, കാളവണ്ടി കിട്ടും, അതുപോലെ EV വണ്ടിയും കിട്ടും. ഞാൻ അതിന്റെയൊക്കെ ഫോട്ടോ ഇടാം. കാളവണ്ടിയുടെ ഫോട്ടോ, അതുപോലെ നമുക്ക് ഓട്ടിക്കാനുള്ള സൈക്കിൾ, ഫ്രീ സൈക്കിൾ, അതുപോലെ EVയുടെ വണ്ടി.
5 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടേയിരിക്കും, നമുക്ക് കയറി വരാം ഏതിൽ വേണം. കാളവണ്ടിയുടെ കാര്യം പറയുമ്പോഴേക്കും എല്ലാം ഫ്രീ ആണ്, ട്രാൻസ്പോർട്ട് എല്ലാം ഫ്രീ ആണ്, നിങ്ങൾ റൂമിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി, ഫുഡ് എല്ലാം ഫ്രീ ആണ്. പിന്നെ ഇങ്ങനത്തെ ആശ്രമങ്ങളിലൊക്കെ നമ്മൾ ഫുഡിലോട്ട് വരികയാണല്ലോ, ഇങ്ങനത്തെ ആശ്രമങ്ങളിലൊക്കെ 2 നേരമേ ഫുഡുള്ളൂ, ഒരു ബ്രഞ്ചും ഒരു ഡിന്നറും. ബ്രഞ്ച് എന്ന് പറയുമ്പോൾ 9:50 തൊട്ട് തുടങ്ങും, 3 സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഇപ്പൊ 9:50 തുടങ്ങുവാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് അവർ ഓപ്പൺ ആക്കി വെക്കും, അതിനകത്ത് കയറാൻ പറ്റാത്തവരാണെങ്കിൽ അടുത്ത അരമണിക്കൂർ കഴിഞ്ഞ് ഒരു സ്ലോട്ട്, അങ്ങനെ 3 സ്ലോട്ടേ ഉള്ളൂ. ഈ 3 സ്ലോട്ട് നിങ്ങൾ കയറിയില്ല, നിങ്ങൾക്ക് മിസ് ചെയ്തുവെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്തിപ്പുറത്തൊക്കെ നമ്മുടെ ഇഷയുടെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്, പൈസ കൊടുത്ത് ഫുഡ് കഴിക്കേണ്ടി വരും. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ അവിടുത്തെ ഈ 2 നേരത്തെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുക പ്ലീസ്. ബിക്കോസ് ഇവരൊരു സാത്വിക് ഒരു വീഗൻ ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ശരിക്കും പറയാം, പേഴ്സണലി എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, എനിക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അത് ലഞ്ചോ എന്തോ ആയിക്കോട്ടെ, എനിക്കൊരു നോൺ വെജ് എങ്കിലും വേണം, എനിക്കതിന്റെ മണമെങ്കിലും വേണം എന്നൊരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് പോലും അവരുടെ വെജിറ്റേറിയൻ ഫുഡ്, അവരുടെ വീഗൻ ആ ഒരു ഹൈ പ്രോട്ടീൻ ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരിക്കലും ഇഷയിൽ ആ ഫുഡ് കഴിച്ചൊരു കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടില്ല, അത്രയ്ക്ക് യമ്മി മീലാണ്. ഞാൻ ഫോട്ടോ ഇട്ടിരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. പക്ഷെ ഒരു മനുഷ്യന് കിട്ടാനുള്ള എല്ലാ പ്രോട്ടീനും, നിങ്ങൾ ഈ നോൺ വെജ് കഴിക്കുന്നതിലും കാട്ടി നോൺ വെജ് കിട്ടുന്നതിനും കാട്ടി നിങ്ങൾക്ക് പ്രോട്ടീനും എല്ലാം ആവശ്യമുള്ള, ബോഡിക്ക് ആവശ്യമുള്ള എല്ലാം ഭയങ്കര റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഡയറ്റിൽ അവർ ഇൻക്ലൂഡ് ആയിരിക്കും. നമുക്ക് എത്ര വേണോ അവർ തരും, നമ്മൾ എത്ര ചോദിച്ചാലും അവർ തരും, നമുക്ക് വയറ് നിറയെ കഴിക്കാം, അത്രയ്ക്ക് യമ്മി മീലാണ്. സോ ഇതൊരു ബ്രഞ്ച്. അത് കഴിഞ്ഞ് പിന്നെ 5:50 തൊട്ടാണെന്ന് തോന്നുന്നു, 6:50 തൊട്ട് അടുത്ത ഡിന്നർ സ്റ്റാർട്ട് ആവും. അതും ഇതുപോലെ 3 സ്ലോട്ട്, 8:30 വരെ, 8:30ആണ് ലാസ്റ്റ് സ്ലോട്ട് വരുന്നത്. സോ ഈ ഫുഡ് അല്ലാതെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇപ്പൊ റിഫ്രഷ്മെന്റ്സിനും സ്നാക്സ് കഴിക്കാനാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് സർവൈവ് ചെയ്യാൻ ഈ 2 മീലിന്റെ ആവശ്യമുള്ളൂ എന്നതാണ്. സോ ഈ മീൽ നിങ്ങൾ അവിടെ കിട്ടുന്ന ഫ്രീ. അപ്പൊ സ്റ്റേക്ക് മാത്രമുള്ള ഇപ്പൊ 9 റൂം എത്ര രൂപയുടെ റൂം ആയിക്കോട്ടെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ സ്റ്റേയും ഫുഡും ഫ്രീ യോഗയൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്, ഫ്രീ ആയിരിക്കും. പിന്നെ അവിടെ ഗൗശാലയുണ്ട്, ഇവരുടെ ഗാർഡൻ ഉണ്ട്, ഇവരുടെ സ്റ്റോഴ്സ് ഉണ്ട്. നമുക്ക് എന്ത് വേണോ അവിടുത്തെ അവരുടെ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സ്റ്റോഴ്സ്, നമുക്കിപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ടോയ്ലറ്ററീസ് വേണം, സാനിറ്ററി തിങ്സ്, അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. പിന്നെ സദ്ഗുരു പറയുന്ന ഒരു സംഭവമാണ്, സ്ത്രീകൾക്ക് മെൻസ്ട്രേഷൻ ഒരിക്കലും ഇവിടെ തടസ്സമല്ല എന്നൊരു പോയിന്റ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ലിംഗഭൈരവി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ സ്ത്രീകളാണ് പൂജിക്കുന്നത്. അവിടെ പോലും സദ്ഗുരു പറയുന്നത്, പണ്ട് കാലങ്ങളിൽ മെൻസ്ട്രേഷൻ വരുമ്പോൾ എന്തുകൊണ്ട് സ്ത്രീകളെ തൊട്ട് തിരിക്കാൻ പറയുന്നു എന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല അല്ലേ, അവര് ഫുള്ള് ഭയങ്കര കഠിനമായ ജോലികളാണ്, അരി അടിക്കുക, അത് ഫാമിങ് ചെയ്യുക, അത് കുക്ക് ചെയ്യുക. അപ്പൊ സ്ത്രീകൾക്ക് ഈ സമയമെങ്കിലും കുറച്ച് റെസ്റ്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് പണ്ടുള്ളവർ സ്ത്രീകൾ ഈ ഒരു സമയത്ത് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരെ ഇരിക്കാൻ പറയുന്നത്. അത് ആക്ച്വലി പിന്നെ 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 കടക്കുന്നവർ ആ സ്ത്രീകൾ ഇമ്പ്യൂർ ആണ്, ആ സമയത്ത് അവര് കോവിൽ വരരുത്, അവിടെ തൊടരുത്, ഇവിടെ തൊടരുത്, അവിടെ വരരുത് എന്നൊക്കെ കൊണ്ടുവന്നത്. സദ്ഗുരു പറയുന്നത് ഒരിക്കലും സ്ത്രീ ഒരിക്കലും ഇമ്പ്യൂർ ആവുന്നില്ല, അവൾ ദേവിയാണ്, അവൾ അമ്മയാണെന്നൊരു കോൺസെപ്റ്റ് ആണ്. ഷീ വിൽ നെവർ ബി ഇംപ്യൂർ അല്ലേ. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ജീവനെ ഈ ലോകത്ത് കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ഒരു ആളാണ്. സോ ജസ്റ്റ് ഇമാജിൻ ഹൗ പവർഫുൾ അല്ലേ. ഞാൻ ഒരിക്കലും ആണുങ്ങളെ കുറിച്ച് പറയുന്നതല്ല, ഐ എം ജസ്റ്റ് സേയിങ് ദി തിങ്സ്, യു നോ, ദ റിയൽ തിങ്സ്. അപ്പോൾ ഒരിക്കലും നിങ്ങളെ മെൻസ്ട്രേഷൻ അതൊരു തടസ്സമാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പോയിന്റ്. പിന്നെ തീർത്ഥകുണ്ടില് മാക്സിമം ഇറങ്ങാതിരിക്കാന്ന് ഞാൻ പറയൂ. അങ്ങനെ ആരും പറയില്ല, നിങ്ങളിപ്പോ പീരീഡ്സ് ആണോ, ആ മെൻസ്ട്രേഷൻ ടൈമിലാണോ എന്ന് ആരും ചോദിക്കില്ല. അത് നമ്മുടെ ഒരു ഇത്. ഇപ്പൊ കപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, ലീക്കേജ് ഒന്നും കാണത്തില്ല. പക്ഷെ പാഡൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അകത്ത് കയറാൻ പറ്റത്തില്ല അല്ലേ, ബിക്കോസ് നമ്മൾ ഇന്നർവേഴ്സ് അണ്ടർവേഴ്സ് എല്ലാം ഊരിയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ അത് മാത്രം ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. സോ ഇനി നിങ്ങൾ ഓക്കെ സ്റ്റേ അല്ല, എനിക്ക് എന്തെങ്കിലും കോഴ്സ് എടുക്കണം, അങ്ങനെയാണെങ്കിൽ ഇന്നർ എഞ്ചിനീയറിംഗ് കോഴ്സ്, ഉപാസന, കുറെ കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് എടുക്കുവാണെങ്കിൽ, യോഗ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുവാണെങ്കിൽ അതെടുത്ത് വരാം. അതിന് സെപ്പറേറ്റ് പേയ്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാവും. സോ ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണത്തില്ല എന്താണെന്ന്. ശരിക്കും ഇതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്, വേറെ തന്നെ ലോകമാണ്. അവിടെ ആരും സത്യം പറഞ്ഞാൽ ഫോൺ ഉണ്ടെങ്കിൽ ഫോണൊന്നും നമുക്ക് യൂസ് ചെയ്യാനേ തോന്നില്ല. പിന്നെ ഫോണ് റെസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ. ഈ നമ്മള് വിസിറ്റേഴ്സിന് ഫോണൊന്നും അലൗഡ് അല്ല, നമ്മൾ പുറത്ത് ബാഗും ഫോണും വെക്കും. പക്ഷെ സ്റ്റേ ചെയ്യുന്നവർക്ക് ഫോൺ അലൗഡ് ആണ്. പക്ഷെ നമ്മൾ അധികം ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കരുത്, അവരപ്പം തന്നെ പറയും എടുക്കരുത് അവർ പറയും.
എല്ലാവരും അക്ക അണ്ണ എന്നൊക്കെയാണ് തമിഴല്ലേ, അപ്പൊ അങ്ങനെ വിളിക്കുന്നത് എടുക്കരുതെന്ന് പറയും. നല്ല റെസ്ട്രിക്ഷൻ ഉണ്ട്. നിങ്ങൾ ഫോൺ ഇപ്പോൾ ആരെങ്കിലും കോൾ വന്നാലും അവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരിടത്ത് മാറി നിന്ന് സംസാരിക്കുക എന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ബുക്കിംഗ് ഒക്കെ വെബ്സൈറ്റോ എല്ലാം ഓൺലൈൻ വഴിയാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് പ്രീ പ്ലാൻ ചെയ്ത് ഓൺലൈനിലൊക്കെ നോക്കി നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട് പോവാം. സോ ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടൊരു കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണോ അല്ലേ? സോ എന്തായാലും നിങ്ങൾ പോവുക. ബിക്കോസ് അത് നമ്മളെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലെങ്കിലും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരിക്കൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും പോകും. അത് ഉറപ്പായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ബിസി ലൈഫ് ഒരു ഡെയിലി നമ്മൾ ജോലിക്ക് പോകുന്നു, ഓടുന്നു, ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ കിടന്ന് കറങ്ങി നമുക്കൊരു എസ്കേപ്പിസം ആണ് ആക്ച്വലി ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ. നിങ്ങൾക്ക് ശിവാനന്ദ ആശ്രമത്തിന്റെ ബ്ലോഗ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ കാണാം. ഞാൻ അവിടെ വർഷങ്ങളായിട്ട് എൻ്റെ കുട്ടിക്കാലത്തോട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു വൈഡ് ഒരു പരിപാടിയാണ് ഈശ എന്ന് പറയുന്നത്. ഈശയുടെ കംപ്ലീറ്റ് വ്ളോഗും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയാൽ കാണാൻ പറ്റും. 2 പാർട്ടായിട്ട് ഞാൻ ഫുൾ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാം, എല്ലാവർക്കും അതിനെപ്പറ്റി ഡീറ്റെയിൽ സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വ്ളോഗ് ഇടുന്നത്. സോ നിങ്ങൾക്ക് ആ വ്ളോഗും കാണാം. ഇത് കണ്ടിട്ട് അത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കിട്ടും. സോ ഈ വ്ളോഗ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.